അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞ ABC ജ്യൂസ് അങ്ങനെ ഞാനും ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ A ഫോർ ആപ്പിൾ, B ഫോർ ബീറ്റ്റൂട്ട്, C ഫോർ ക്യാരറ്റ്. ഈ 3 ഐറ്റങ്ങളാണ് നമുക്ക് ABC ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. പല ആൾക്കാരും ABC ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഏതാനും ചില ഇൻഗ്രീഡിയൻറ്റുകൾ കൂടെ ചേർക്കാറുണ്ട്. ചില ആൾക്കാർ ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം നാരങ്ങാനീര് ചേർക്കും, ചില ആൾക്കാർ ഇതിൽ തേൻ ചേർക്കും, ഉപ്പ് ചേർക്കും, ചില ആൾക്കാർ ഇതിൽ ഒരല്പം നെല്ലിക്ക അരച്ച് ചേർക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ഇൻഗ്രീഡിയൻറ്റുകളും കൂടെ ചേർത്തിട്ടാണ് എല്ലാവരും ABC ജ്യൂസ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ ABC ജ്യൂസിൽ നമ്മൾക്ക് മറ്റൊന്നും തന്നെ ആവശ്യമില്ല. ഈ 3 ഐറ്റങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്നതാണ് ABC ജ്യൂസ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ തോലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ആപ്പിളൊക്കെ മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കായും അതുമൊക്കെ എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ആവശ്യമില്ല, ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാമേ. ഇതാ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്യുവറായിട്ടുള്ള ABC ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ് ട്രേ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്താൽ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വളരെ പേര് ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം അരിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇത് അരിച്ചെടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഫൈബർ കണ്ടൻ്റ് ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ നമ്മൾ ഒരു ഐസ് ക്യൂബുകളാക്കി ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ നമുക്കിത് കേടാവാതെ നല്ല ഫ്രഷായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ 1-2 ഐസ് ക്യൂബുകൾ ഇട്ട് നന്നായിട്ട് അലിയിപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിൽ നാരങ്ങാനീരോ തേനോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.